ഹായ് ഓൾ. ബധിരയാണൻ ധാത്രി, കേട്ടില്ല ഞാൻ ചൊല്ലിയതൊന്നും. അന്ധനാണൻ അയൽക്കാരൻ, കണ്ടില്ല എൻ കാൽപ്പനികത. ഈ 4 വരികൾ ഇന്നത്തെ ചിന്താവിഷയവുമായി ബന്ധപ്പെടുത്തി വളരെ പ്രസക്തമാണ്. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന്റെ പ്രസക്തിയെ കുറിച്ചിട്ടാണ് സംസാരിക്കണമെന്ന് തോന്നുന്നത്. കഴിഞ്ഞ 3-4 മാസങ്ങളായി കുഞ്ഞു ചിത്രശലഭങ്ങളെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ടോ മുട്ടയിലടിച്ചിട്ടോ അല്ലെങ്കിൽ ബാത്റൂമിൽ കഴുത്ത് ഞെരിച്ചിട്ടോ അവിവാഹിതരായ അമ്മമാർ കുഞ്ഞുമക്കളെ പുറത്തേക്ക് വലിച്ചെറിയുകയോ കൊല്ലുകയോ ചെയ്യുന്നു എന്ന് ഞാനും നിങ്ങളും വളരെ സങ്കടത്തോടു കൂടി കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരേ തരത്തിൽ ഈ കുട്ടികളെ കുറ്റം പറയുന്നു, മറ്റു തരക്കാർ സാംസ്കാരികതയെ കുറ്റം പറയുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മൾ ചെയ്യേണ്ടുന്ന ചില ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ മറ്റൊരു ആളെ കുറ്റം പറയുമ്പോൾ നമ്മൾ അതിൽ നിന്നും മുക്തരാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ പാരന്റിങ്ങിന്റെ പങ്കിനെ കുറിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരു പെൺകുട്ടി തൻ്റെ 10 മാസം അല്ലെങ്കിൽ പോട്ടെ 9 മാസം ഗർഭിണിയാകുമ്പോൾ ആ 9 മാസവും അവൾ അനുഭവിക്കുന്ന വേദനകളും അവളുടെ മൂടും അവളുടെ നന്മകളും തിന്മകളും ആശ്വാസവും അഭയവും വിശ്വാസവും എല്ലാം തന്നെ തിരിച്ചറിയപ്പെടാതെ പോയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പെൺകുട്ടിക്ക് എന്തിന്റെ കേട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആൺകുട്ടിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ആണിനെന്ത് പെണ്ണിനെന്ത് എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ അതിജീവിതന്മാരുടെ എണ്ണം കൂടുമ്പോൾ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു വലിയ കാര്യം, നമ്മൾ സ്കൂൾ തലം തൊട്ട് തന്നെ ലീഗൽ അവയർനെസ് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ? തന്നെ റേപ്പ് ചെയ്യുന്നതോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെടുന്നതോ താൻ അതിജീവിതയാകപ്പെടുന്നതോ ആയ സാഹചര്യങ്ങളിൽ അത് തുറന്നു പറയാൻ പറ്റുന്ന ഇടനാഴികളിലെ വെളിച്ചമായ രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ അത് പറയാനുള്ള സംവിധാനമോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? അതുമല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിവുകൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? ഏറ്റവും വലിയ ആശ്വാസമാണ് വിശ്വാസം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്തരം ആശ്വാസങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറി നിൽക്കുന്നുണ്ടോ, മാറ്റപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? സാധാരണ ഒരു സിസ്റ്റം അല്ലേ ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു കുട്ടി ഗർഭിണിയാകുന്ന സമയത്ത്, അവൾ പ്രസവിക്കുന്ന സമയത്തും മാരേജിന് ശേഷമാണ് അത് പാടുള്ളത് എന്ന ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മൾ എല്ലാവരും പാലിച്ചു പോകുന്നത്. ഞാൻ പറയുന്നതിൽ അങ്ങനെ ആകണ്ട എന്നോ ആകണമെന്നോ ഇല്ല. പക്ഷെ നേരെ മറിച്ചിട്ട് ഈ സിസ്റ്റത്തിൽ അധിഷ്ഠിതമായത് കൊണ്ടല്ലേ ഒരു 9 മാസവും തന്റെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതിലേക്കായി അവൾ എത്തപ്പെടുന്നത്. അതിനേക്കാൾ ഉപരിയായി എനിക്കിത് തുറന്നു പറയാൻ തന്റെ അപ്പനോ അമ്മയോ തന്റെ നല്ല കൂട്ടുകാരനോ കൂട്ടുകാരിയോ വിസ്മയവും വിനയവും വിശ്വാസത്തോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ആ കുട്ടിക്ക് പറയാൻ കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇത്രയും നിയമ സംവിധാനങ്ങളുള്ള നാട്ടിൽ ഇത്രയൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കേണ്ടതല്ലേ? ബെർണാഡ് ഷോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്നത് മറ്റൊരുവൻ കേട്ടില്ല എങ്കിൽ, കേൾവിക്കാരനില്ല എങ്കിൽ ചെരുപ്പൂരി അടിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇത്രയുമാണ്. എന്നെ കേൾവിക്കാരനെ സൃഷ്ടിക്കേണ്ടത് എന്റെ കർത്തവ്യബോധമല്ലേ? അപ്പോ അത് കേൾക്കേണ്ടുന്നത് ഞാനല്ലേ, അല്ലെങ്കിൽ കേൾപ്പിക്കേണ്ടത് ഞാനല്ലേ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പവിത്രമായ ഒരു ആർട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് കേൾക്കുക എന്നുള്ളതാണ്. കേട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നമ്മൾക്ക് മറ്റുള്ളവരെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഈ കഴിഞ്ഞുപോയ കുട്ടികൾ പ്രസവത്തിന് ശേഷം ഒരു പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന വളരെ ഭീകരമായ അവസ്ഥയിലൂടെയും അതിന് മുന്നേ പ്രഗ്നൻസി ടൈമിലൊക്കെ കടന്നു പോയിട്ടുണ്ടാവില്ലേ? അവൾ അനുഭവിച്ച വേദനകൾ. ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീക്ക് വേണ്ടുന്നത് കമ്മ്യൂണിക്കേഷനും കണക്ഷനുമാണ് എന്നുള്ളതാണ്. പുരുഷനത് സെക്സും മറ്റു പല ഘടകങ്ങളുമാണ് എങ്കിൽ ഒരു സ്ത്രീ ഇത്രയും മേൽ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പെണ്ണാകുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്ന എത്ര പേരുണ്ട് നമ്മൾക്കിടയിൽ? കുട്ടികളിലെ ലൈംഗിക വിദ്യാഭ്യാസം അതിൻ്റെതായ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ടോ നമ്മുടെ സ്കൂളുകളിൽ? അത് കൃത്യമായി അറിയുന്ന അധ്യാപകർ 100-ൽ 100 അധ്യാപകരുണ്ടെങ്കിൽ അവിടെ 100 പേർക്കും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കൃത്യമായ അവബോധം അതും വ്യക്തമായ രീതിയിൽ നമ്മൾ നൽകുന്നുണ്ടോ? ഇനി നിയമ സംവിധാനങ്ങളിൽ വ്യക്തതയോടുകൂടി കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുന്ന നിയമ പാഠപുസ്തകങ്ങൾ നമ്മൾക്കുണ്ടോ?
മലയാളവും കണക്കും സയൻസും സാമൂഹ്യപാഠവും ഇംഗ്ലീഷും ഹിന്ദിയും GKയും സ്റ്റെം എഡ്യൂക്കേഷനും ഒക്കെയുള്ള നമ്മുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇതിലേറെ സബ്ജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതിലൊക്കെയുള്ള റിസൾട്ട് വന്നു കഴിഞ്ഞു. A+കൾ എത്ര A-, എത്ര B+കൾ എണ്ണുന്നതിനിടയിൽ നല്ല വ്യക്തമായ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ മെനക്കെടുന്നുണ്ടോ? ഇല്ലെങ്കിൽ കൊടുക്കുന്നതായി കാണിക്കുന്നതിന് പകരം അത് വ്യക്തമായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കാൻ ഉതകുന്ന പാഠ്യ സംവിധാനങ്ങൾ ഉള്ള സ്ഥലമാണോ നമ്മുടേത്? ഞാൻ CBSE സ്കൂളെന്നോ സ്റ്റേറ്റ് സ്കൂളെന്നോ പറയുന്നില്ല. ഇങ്ങനെ എല്ലാം ഒരുമിച്ച് കൂടേണ്ടിടത്തല്ലേ ചിത്രശലഭങ്ങളെ, ശവപ്പെട്ടികളുടെ വലിപ്പം കുറയുന്ന, കനം കുറയുന്ന ചിത്രശലഭങ്ങളുടെ മുറിവേറ്റപ്പെട്ട ചിറകുകൾ നമ്മൾ കാണേണ്ടി വരുന്നത്, രക്തമണമുള്ള ബാത്റൂമുകൾ ഹോസ്റ്റലുകളിൽ ഉണ്ടാകുന്നത്, വെള്ളം ഒഴിച്ച് സ്വന്തം കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു ജീവനെ കൊല്ലുന്നതിനനുസരിച്ച് അബലയാക്കപ്പെടുന്ന, നിസ്സഹായയാക്കപ്പെടുന്ന ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത്. സോ സംവിധാനങ്ങളും സമസ്ത റെഗുലേഷൻസും മാറേണ്ടുന്ന സമയമായി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മൾ മക്കൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ പഠിക്കുന്ന സമയം പഠിക്കുന്നുണ്ടോ? അതിന് നമ്മൾ പാരന്റിങ്ങിൽ വ്യക്തമായ സാധ്യത കൊടുക്കുന്നുണ്ടോ ഇല്ലയോ? നല്ല വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ലാളിത്യവും പുഞ്ചിരിയും വിസ്മയവും വിശ്വാസവും അവിശ്വാസവും തെറ്റും ശരികളും എല്ലാം ഉള്ളതല്ലേ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം? ഇതെല്ലാം ഉള്ളതല്ലേ മനുഷ്യ ജീവിതവും? അങ്ങനെയാണ് എങ്കിൽ ഇതെല്ലാം ഒത്തുചേർന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി വീട്ടിൽ കൊടുക്കുന്നുണ്ടോ? ഒരു കുട്ടിയുടെ മാസമുറ തെറ്റിപ്പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അപ്പനും അമ്മയും അത് മനസ്സിലാക്കുന്നുണ്ടോ എന്നത്, ഒരു കുട്ടിയുടെ വയറ് അവൾ ഗർഭിണിയായി വലുതാകുന്നതുവരെ നമ്മൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ, ശരീരഭാഷ മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾക്ക് ഓരോ രക്ഷകർത്താവിനും ഒരുപാട് ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഞാനും നിങ്ങളും ചേരുന്ന സമൂഹത്തിന് അതിന് വളരെ വലിയ പങ്കുണ്ട് എന്ന് ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നു. ഒപ്പം വ്യക്തമായ നിയമാധിഷ്ഠിത വിദ്യാഭ്യാസവും ലൈംഗികാധിഷ്ഠിത വിദ്യാഭ്യാസവും മക്കൾക്ക് കൊടുക്കേണ്ടുന്ന പ്രാധാന്യം വളരെ വലുതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ലെറ്റ്സ് കണ്ടിന്യൂ ദ ജേർണി ഓഫ് ഹാപ്പിനെസ്.